ബി.ജെ.പിയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായിട്ട് ഒത്തുചേർന്ന ഇന്ത്യ സഖ്യം, കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത, കോൺഗ്രസ് കൂട്ടുപിടിച്ച ആ ഒരു ഇന്ത്യ സഖ്യം, ആ സഖ്യത്തിനുള്ളിൽ തന്നെ വളരെ വലിയ തോതിലുള്ള വിള്ളലുണ്ടാകുന്നു എന്നത് മനസ്സിലാക്കുന്ന തരത്തിലായിരുന്നു ഇന്നലത്തെ ദിവസമെന്ന് പറയുന്നത്. കാരണം കോൺഗ്രസ് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആയ ഒരു അവസ്ഥയുണ്ടായ ദിവസമെന്ന് വേണമെങ്കിൽ ഇന്നലത്തെ ദിവസത്തെ പറയാം. ബി.ജെ.പി തീരുമാനിച്ച സ്പീക്കർ സ്ഥാനാർത്ഥി, കോൺഗ്രസ് തീരുമാനിച്ച സ്പീക്കർ സ്ഥാനാർത്ഥി, ബി.ജെ.പി തീരുമാനിച്ച സ്പീക്കർ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബി.ജെ.പി ഒന്നടങ്കം, NDA ഒന്നടങ്കം കൂടെയുണ്ട്. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസ് തിരഞ്ഞെടുത്ത ആ സ്പീക്കർ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ എതിർപ്പ് വന്നിരിക്കുന്നു എന്നത് വലിയ വിള്ളലിന് തുടക്കമായിരിക്കുന്നു കോൺഗ്രസിനുള്ളിൽ എന്നത് വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ദയനീയ അവസ്ഥയാണ് ഇന്നലെ കാണാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം വോട്ടെടുപ്പിന് പോലും ഒരു തരത്തിലും തയ്യാറാവാതിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ദിവസം വളരെ മോശമായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ഇതാണ് ഇന്ത്യ സഖ്യം, ഇതാണ് കോൺഗ്രസുമായി ചേർന്നിരിക്കുന്ന ഇന്ത്യ സഖ്യം. ഒത്തൊരുമ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ പോകാനായിട്ട് ഇന്ത്യ സഖ്യത്തിന് സാധിക്കത്തില്ല എന്ന് തെളിയിക്കുന്നു തുടക്കം മുതലേ തന്നെ. ഇവരാണ് ഇനി 5 കൊല്ലം, ഇനി വരുന്ന 5 കൊല്ലം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനുള്ളത്. എത്ര നാൾ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് തന്നെയാണ് ഇന്നലത്തെ ദിവസത്തോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബി.ജെ.പിക്ക് ഗുണകരമായി മാറുന്ന സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് മാറും എന്നുള്ളതും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കോൺഗ്രസിൻ്റെ പല നിലപാടുകളിലും എതിർപ്പ് പ്രകടിപ്പിക്കാൻ പാകത്തിന് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ തന്നെ പെട്ട പാർട്ടികൾ തയ്യാറാകുന്നു എന്നത് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി ഉണ്ടാകും വരും നാളിൽ എന്നത് സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തെല്ലാം തരത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു. കോൺഗ്രസ് ഇതാ വലിയ ശക്തമായ പ്രതിപക്ഷമാകാൻ പോകുന്നു, ഞങ്ങളിതാ ബി.ജെ.പി സർക്കാരിനെ താഴെ ഇറക്കാൻ പോകുന്നു, അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കാണിച്ചത് തന്നെ വലിയൊരു മണ്ടത്തരമാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടാക്കാതിരുന്നിരുന്നെങ്കിൽ കോൺഗ്രസിന് ഇത്രയും വലിയ ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകത്തില്ലായിരുന്നു. ഈ ഒരു സഖ്യത്തെ വച്ചുകൊണ്ട് കോൺഗ്രസിന് എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും? അതും പ്രതിപക്ഷമായിരുന്നു കൊണ്ട്, ഭരണപക്ഷമല്ല പ്രതിപക്ഷമായിരുന്നു കൊണ്ട് എത്ര നാൾ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസിന്റെ വിചാരം കോൺഗ്രസ് എന്തോ നേടി, ഞങ്ങൾ ഇതാ ഭരണത്തിലേക്ക് വരുന്നു എന്ന മട്ടിലുള്ള ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷെ അതിനെയെല്ലാം തന്നെ അപ്രസക്തമാക്കുന്ന തരത്തിൽ, ഒന്നുമല്ലാതാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ പിന്നീടുള്ള പോക്കെന്ന് പറയുന്നതും. അത് ഇന്നലത്തോടുകൂടി തന്നെ അതിനൊരു സമ്പൂർണമായിട്ടുള്ള ഒരു ചിത്രം ലഭിക്കുകയും ചെയ്തു കോൺഗ്രസിന് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി.ജെ.പി 272 എന്ന സീറ്റിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും അവർക്ക് 240 എന്ന വലിയ സംഖ്യ അവരുടെ കൈവശമുണ്ട്, ആ ഒരു കൗണ്ട് അവരുടെ കൈവശമുണ്ട്. 272 എത്താത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ആവത്തില്ല. NDA ആ ഒരു തരത്തിൽ 295 സീറ്റുകളോളം. അപ്പോൾ ആ ഒരു നിലയ്ക്ക് അവർക്ക് ഭരണം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നിട്ട് പോലും ആ സഖ്യകക്ഷികളെ എല്ലാം തന്നെ, അതായത് ബി.ജെ.പി NDA സഖ്യകക്ഷികളായിട്ടുള്ള ഈ പറയുന്ന TDP ആയാലും JDU ആയാലും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ എന്നിട്ടും അത് നടന്നില്ല. അതുമാത്രമല്ല ഈ ഒരു സന്ദർഭത്തിൽ, അതായത് ഇപ്പോൾ തന്നെ ഈ ഇന്ത്യ സഖ്യം എല്ലാ പാർട്ടികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു അവിയൽ മുന്നണി എന്നാണ് അതിനെ പലരും പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന TDPയെയും JDUവിനെയും കൂടെ കൊണ്ടുപോയി അവരൊരു സർക്കാർ ഉണ്ടാക്കിയിരുന്നെങ്കിലുള്ള അവസ്ഥ, പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നനെ. കോൺഗ്രസ് ഉണ്ടാക്കുന്ന ആ ഒരു ഗവൺമെൻറ് തന്നെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പ്രധാനമന്ത്രി തന്നെ ആരാകണമെന്നുള്ള തരത്തിൽ ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രി ആകണമോ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം പോലും തികയ്ക്കുന്നതിന് മുന്നേ തന്നെ വലിയൊരു പൊട്ടിത്തെറി
ആ ഒരു സർക്കാർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, കോൺഗ്രസ് ഇന്ത്യ സഖ്യം ചേർന്നുള്ള സർക്കാർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ത്യയിൽ ആ ഒരു തരത്തിൽ സംഭവിച്ചേനെ. വലിയൊരു പൊട്ടിത്തെറിയും പലതരത്തിലുള്ള സംഭവ വികാസങ്ങളും കാണേണ്ടി വന്നേനെ നമ്മൾ ജനങ്ങൾ തന്നെ. അതുമാത്രമല്ല, ഈ നരേന്ദ്രമോദിക്ക് ഇത്രത്തോളം ആ ഒരു തരത്തിൽ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നത്, അതായത് തങ്ങൾക്ക് ഭൂരിപക്ഷം 272 എന്ന കൗണ്ട് ഇല്ലെങ്കിൽ തന്നെയും NDA സർക്കാർ ആ ഒരു തരത്തിൽ ഭരിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയും നരേന്ദ്രമോദി ഇത്രയും ശക്തമായി തന്നെ, അതായത് കഴിഞ്ഞ 2 തവണ കണ്ടതിൽ കാട്ടിലും കൂടുതൽ ശക്തനായി തന്നെയാണ് മൂന്നാമത്തെ തവണ മോദിയെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൻ്റെ കാരണം അത് തീർച്ചയായിട്ടും മറ്റൊന്നും തന്നെ അല്ല എന്ന് പറയാം. കാരണം ഈ പ്രതിപക്ഷം എന്ന് പറയുന്നതും ഈ പറയുന്ന ഇന്ത്യ സഖ്യവും അധിക നാൾ ഉണ്ടാവത്തില്ല എന്ന് നരേന്ദ്രമോദിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഈ ഒരു ധൈര്യം നൽകുന്നത്. അവർ ഇനി എത്ര വിചാരിച്ചാലും തങ്ങളെ താഴെ ഇറക്കാൻ പറ്റത്തില്ല എന്നുള്ള ധൈര്യം നരേന്ദ്രമോദിക്കുണ്ട്. അവരുടെ പാളയത്തിലുള്ള ആളുകൾ തന്നെ നാളെ ഒരു സമയം തങ്ങളോടൊപ്പം ചേരാനും ഒട്ടും മടി കാണിക്കത്തില്ല എന്നുള്ള ഉത്തരവും BJPയുടെ ഭാഗത്തുണ്ട് എന്നതും ഒരു ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എത്രയൊക്കെ ഞങ്ങൾ സഖ്യമാണ്, ഞങ്ങൾ ഇതാ ഭരിക്കാൻ വരുന്നു, ഞങ്ങൾ ഇതാ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു വന്നാലും സ്വന്തം പാളയത്തിലുള്ളവരെ പിടിച്ചു നിർത്താനായിട്ടോ അല്ലെങ്കിൽ സ്വന്തം പാളയത്തിലുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെയോ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള നാളുകളിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, കോൺഗ്രസ് ഇനിയും പലതരത്തിലുള്ള മണ്ടത്തരങ്ങളായിട്ടുള്ള നീക്കങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിപക്ഷം അത് ചിന്ന ഭിന്നമായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും സംശയമില്ലാത്തൊരു കാര്യമാണ്. അതിലൂടെ കോൺഗ്രസിന് പിന്നെ ഒരു തരത്തിലും തിരിച്ചു വരാൻ സാധിക്കാത്ത അളവിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതിന് വഴിവെച്ച് കൊടുക്കാതിരുന്നാൽ കോൺഗ്രസിന് നല്ലത്. കാരണം ഇന്ത്യയിൽ ഒരു ശക്തമായ പ്രതിപക്ഷം വേണ്ടത് ഒരു ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവുമ്പോൾ തന്നെയാണ് ഭരണപക്ഷത്തിന് ആ ഒരു തരത്തിൽ വളരെയധികം ജാഗ്രതയോടുകൂടി അതുപോലെ തന്നെ കുറച്ചുകൂടി ശക്തമായി തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു ഊർജം ഉണ്ടാകത്തുള്ളൂ. കഴിഞ്ഞ 10 കൊല്ലവും ആ ഒരു തരത്തിലുള്ള പ്രതിപക്ഷം നമ്മുടെ ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ഇനി വരാൻ പോകുന്ന 5 കൊല്ലവും ആ ഒരു തരത്തിലുള്ള പ്രതിപക്ഷം ഉണ്ടാകുമോ എന്നുള്ളത് ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം തുടക്കത്തിലെ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസിനുള്ളിൽ, ഇന്ത്യ സഖ്യത്തിനുള്ളിൽ. ഇത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വിള്ളലുകളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ സഖ്യം തന്നെ ഇനി വരാൻ പോകുന്ന 5 കൊല്ലത്തിനിടയിൽ എല്ലാ അർത്ഥത്തിലും പിളർന്നു പോകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ എത്തിയെന്ന് വരാം. ആ ഒരു സന്ദർഭം ഉണ്ടാക്കാതിരുന്നാൽ കോൺഗ്രസിന് കൊള്ളാം. അഥവാ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യവും ഉറപ്പാണ്. അതേസമയം അത് BJPക്ക് വളരെയേറെ ഗുണകരമായി മാറുകയും ചെയ്യും. അവർക്ക് ആ ഒരു തരത്തിൽ ഒന്നും പേടിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യും.